വെനസ്വേല സ്വതന്ത്ര രാജ്യമായി തുടരണമെന്ന ലിയോ 14 മാർപ്പാപ്പ എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ബഹുമാനിക്കപ്പെടണം, നീതിയും സമാധാനവും പുലരണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. അജി കുഞ്ഞുമോനുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അജി, ലോകരാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. മാർപ്പാപ്പ എന്ത് പ്രതികരണമാണ് നടത്തുന്നത്? തീർച്ചയായും അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഒന്നടക്കം തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ സമാധാനവും നീതിയും പുലരണമെന്നും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ബഹുമാനിക്കപ്പെടണം, നീതിയും സമാധാനവും പുലരണമെന്നുമാണ് മാർപ്പാപ്പ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായും ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വെനസ്വേലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് മാർപ്പാപ്പ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ മാസങ്ങൾക്ക് മുൻപ് തന്നെ വലിയ തരത്തിലുള്ള സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് വെനസ്വേല രാജ്യം കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സങ്കീർണമായ അവസ്ഥയിൽ പോലും ഇത്തരത്തിലൊരു പ്രതികരണങ്ങളൊന്നും തന്നെയും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഒപ്പം തന്നെയും സഹധർമ്മിണിയെയും അമേരിക്ക അവിടെ നിന്നും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനവുമായി വത്തിക്കാനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഒരു രാജ്യത്തിൻ്റെ പൗരാവകാശം അത് ആ രാജ്യത്തിന് തന്നെ അവകാശപ്പെട്ടതാണ്. ആ രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കാൻ കഴിയില്ല എന്ന തലത്തിലുള്ള ഒരു ഇടയലേഖനമാണ് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണഗതിയിൽ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ തന്നെ വിശുദ്ധ ബലിയുള്ള മധ്യയിലുള്ള സന്ദേശത്തിലാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത സമയത്താണ് മാർപ്പാപ്പ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അനീഷ.